ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ അബ്ദുൽ ഖാദർ അജയനെ മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം അവനെ പിടിച്ചു പറിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടേക്ക് അവന്തിക എത്തുന്നു. അബ്ദുൽ ഖാദറിന് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് ചെല്ലുന്ന അവന്തികയുടെ കരണം പുകച്ച് അബ്ദുൽ ഖാദർ ഒന്ന് കൊടുത്തതോടെ അവന്തിക തെറിച്ചു ചെന്ന് വീഴുന്നു. അല്പനേരത്തേക്ക് തന്റെ ചെവിയിലൂടെ ഒരു തേനീച്ച പറന്നു പോയതിന്റെ ഒരു പ്രതീതി അവന്തികയുടെ മുഖത്തും തലയ്ക്കും എല്ലാം ഉണ്ടാകുന്നു. ആ സമയത്ത് അവന്തിക ഇത്രയും നാളും താൻ നേരിട്ടതുപോലെയുള്ള ഒരാളല്ല അബ്ദുൽ ഖാദർ എന്നുള്ള സത്യം തിരിച്ചറിയുന്നു. പിന്നീട് നെല്ലിശ്ശേരിയിൽ എല്ലാവരുടെയും പ്രവർത്തികളിൽ ആകെ വേദനിച്ചു നിൽക്കുന്ന സേതുമാധവന്റെ മുന്നിലേക്ക് അർച്ചന എത്തുന്നു. അർച്ചന സന്ദീപിനെ കണ്ടെത്തിയ വിവരവും തൽക്കാലം സന്ദീപിനെ എന്ത് സംഭവിച്ചത് എന്നുള്ള സത്യവും വെളിപ്പെടുത്താതെ സന്ദീപിനെ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റിന് വിധേയനാക്കിയത് കൊണ്ട് അർച്ചന അക്കാര്യം മറച്ചു വെക്കണം. എന്നിട്ട് അച്ഛനെ ആശ്വസിപ്പിക്കാനായി അരികിലേക്ക് എത്തിയ അർച്ചന പറഞ്ഞു, ആരെയും അങ്ങനെ കണ്ണു അടച്ച് അച്ഛൻ വിശ്വസിക്കരുത്. ആരെയും പൂർണ്ണമായും അച്ഛൻ വിശ്വസിക്കരുത്. 1% അവരുടെ മേൽ സംശയം ഉണ്ടായിരിക്കണം. അത് ഞാനാണെങ്കിൽ പോലും അച്ഛൻ അത്തരത്തിലൊരു സംശയത്തോടെ മാത്രമേ ആരെയും നോക്കാൻ പാടുള്ളൂ എന്ന് സേതുമാധവനെ ഉപദേശിക്കുന്നു അർച്ചന.